ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് നമുക്ക് മട്ടൻ കൊണ്ടുള്ള ഒരു വിഭവം തയ്യാറാക്കാം. മട്ടൻ വറുത്തരച്ചത്. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ 800 ഗ്രാം മട്ടനാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു പകുതി വേവാക്കിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. സവാള, 3 സവാള ചെറുതായിട്ട് നുറുക്കിയതാണ്. വളരെ പൊടിയായിട്ടാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. പച്ചമുളക്, ഞാനൊരു 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നു. തക്കാളി, ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നു. വേപ്പില, ഈ കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വേപ്പില. വേപ്പില കുറച്ച് കൂടുതൽ, നമ്മൾ സാധാ കറീനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ടാണ് വേപ്പില നമ്മൾ ചേർക്കുന്നത്. അത് എന്തോരം വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ചെറിയ ഉള്ളി ഞാൻ ഒരു 1/2 കപ്പ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇനി നമുക്ക് പൊടികൾ ഒന്ന് പരിചയപ്പെടാം. നമ്മളെല്ലാത്തിനും യൂസ് ചെയ്യുന്ന മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മസാല ഗരം മസാലയാണ്. ഗരം മസാല 2 ടീസ്പൂൺ. കുരുമുളക്, നന്നായിട്ട് പൊടിച്ച കുരുമുളക് 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ അടുപ്പ് കത്തിക്കാം. നമ്മുടെ ചട്ടി ചൂടായി കഴിഞ്ഞു. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഈ കറിക്ക് വേണം, എന്നാലാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന്, നമ്മൾ മട്ടൻ വേവിച്ചപ്പം പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വേവണം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള പകുതി വഴന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ പച്ചമുളകും നമ്മൾ എടുത്തേക്കണതിൻ്റെ പകുതി വേപ്പിലയും ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് വഴറ്റാം. ഇത് നമ്മൾ തേങ്ങ വറുത്തരച്ചതാണ്. നല്ല കറുത്തിരിക്കുന്ന വിധത്തിൽ വറുക്കണം. അതായത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അതിനുശേഷം ഇത് അരച്ചിരിക്കുന്നത്. നമ്മൾ തേങ്ങ വറുത്ത് വരുമ്പം ലാസ്റ്റ് വെളിച്ചെണ്ണ ആ ചട്ടിയിൽ തെളിയും. അതുവരെ ഇത് വറുക്കണം. അതാണ് ഇതിൻ്റെ പാകം. ഇനി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന്
ഇളക്കി ചേർക്കാം. നമ്മുടെ മസാലയൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി വേവാക്കിയിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഈ മട്ടനും മസാലയും കൂടി യോജിപ്പിക്കണം. ഇനി നമുക്ക് മട്ടൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറിയാണ്. ഇതിൽ കിടന്നാണ് നമ്മുടെ മട്ടൻ വേവേണ്ടത്. നമുക്കിനി ഇത് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ കറി, വറുത്തരച്ച മട്ടൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് നമുക്ക് അല്പം വേപ്പില, നമ്മൾ എടുത്തു വച്ചിരിക്കുന്നതിലെ ബാക്കി വേപ്പില, ഒരല്പം കുരുമുളക് പൊടി, ഇതും ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് നന്നായിട്ട് മൂടി വെക്കണം. തീയൊന്നും വേണ്ട, വെറുതെ മൂടി വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് നമ്മുടെ കറി ഉപയോഗിക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വറുത്തരച്ച സ്പെഷ്യൽ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ സ്പൈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.